ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. അമേരിക്കൻ ഐക്യനാടുകളിലെ ഫ്ലോറിഡ സംസ്ഥാനത്തുള്ള ഒർലാൻഡോ നഗരത്തിലേക്കാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത്. 1971 വാൾട്ട് ഡിസ്നി വേൾഡ് ആരംഭിച്ചതോടെ ഈ ചെറിയ നഗരം ലോകത്തെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായി. ഇന്നത്തെ നമ്മുടെ യാത്ര ഫ്ലോറിഡയിലെ ഒർലാൻഡോയിൽ ഉള്ള സീ വേൾഡിലേക്കാണ്. 1973 ഡിസംബർ 15 ഫ്ലോറിഡയിലെ ഒർലാൻഡോയിൽ സീ വേൾഡ് പ്രവർത്തനം ആരംഭിച്ചത്. സമുദ്രജീവികളെ അടുത്തറിയാനും സംരക്ഷിക്കാനും ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് അവസരമൊരുക്കിയ ഒരു പ്രശസ്തമായ മറൈൻ തീം പാർക്കാണ് ഇത്. കടലിലെ മത്സ്യങ്ങളെയും സമുദ്രജീവികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയും അവയെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് സ്ഥാപിതമായത്. സീ വേൾഡ് പാർക്കുകൾ അവയുടെ അതിശയകരമായ അണ്ടർ വാട്ടർ എക്സിബിഷനുകൾക്ക് പേരുകേട്ടതാണ്. കടലിനടിയിലൂടെയുള്ള വലിയ ഗ്ലാസ് തുരങ്കങ്ങളിലൂടെ നടക്കുമ്പോൾ സ്രാവുകൾ, തിരണ്ടികൾ, മറ്റ് അപൂർവ ഇനം മത്സ്യങ്ങൾ എന്നിവ തലയ്ക്ക് മുകളിലൂടെയും വശങ്ങളിലൂടെയും നീന്തിപ്പോകുന്നത് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഷാർക്ക് എൻകൗണ്ടർ അക്വേറിയങ്ങൾ ലോകമെമ്പാടുമുള്ള സന്ദർശകരെ ആകർഷിക്കുന്നവയാണ്. സമുദ്രജീവികളുടെ പ്രദർശനത്തിനും കാഴ്ചകൾക്കും മാത്രം പ്രാധാന്യം നൽകിയിരുന്ന ഒരു മറൈൻ പാർക്കിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ത്രില്ലിംഗ് റൈഡറുകളുള്ള അമ്യൂസ്മെൻ്റ് പാർക്കിലേക്കുള്ള സീ വേൾഡിൻ്റെ ചരിത്രം വളരെ രസകരമാണ്. ഇപ്പോൾ ലോകോത്തരമായ ത്രില്ലിംഗ് റൈഡറുകളായ മാൻഡ, മാക്കോ, പൈപ്പ് ലൈൻ, സീക്വസ് എന്നിവ ഇവിടെ ഉണ്ട്. കാർട്ടൂൺ നെറ്റ്വർക്ക്, സീസെയിം സ്ട്രീറ്റ് തുടങ്ങിയ പ്രശസ്തമായ ബ്രാൻഡുകളുമായി സഹകരിച്ച് കുട്ടികൾക്ക് മാത്രമായി പ്രത്യേക സോണുകൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇവിടെ എൽമോസ് ചൂച്ചു ട്രെയിൻ, സൺഡേ കരോസൽ തുടങ്ങി കുട്ടികൾക്ക് അനുയോജ്യമായ റൈഡുകളും ആകർഷകമായ പരേഡുകളുമുണ്ട്. ഒർലാൻഡോയിലെ സീ വേൾഡ് പാർക്കിലെ ഷാമു സ്റ്റേഡിയം ലോക പ്രശസ്തമായ കില്ലർ തിമിംഗലങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങളുടെ വേദിയാണ്. ഷാമു എന്ന പേര് സീ വേൾഡ് അവരുടെ ഷോകളിലെ തിമിംഗലങ്ങൾക്കായി ഉപയോഗിച്ച ഒരു വ്യാപാര മുദ്രയാണ്. മികച്ച പരിശീലകരുടെ കീഴിൽ തിമിംഗലങ്ങൾ വെള്ളത്തിൽ ഉയർന്നു ചാടുമ്പോൾ കാണികൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ആ വേദി.
മനുഷ്യനും സമുദ്രജീവികളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ മനോഹരമായ ഒരു നേർക്കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടത്. വർഷങ്ങൾക്ക് മുമ്പ് സമുദ്രത്തിലെ ഭീമന്മാരായ ഈ തിമിംഗലങ്ങളെ മനുഷ്യർ ഭയത്തോടു കൂടിയാണ് കണ്ടിരുന്നത്. എന്നാൽ ഷാമു സ്റ്റേഡിയത്തിൽ അവ ആളുകളുടെ പ്രിയപ്പെട്ട താരങ്ങളായി മാറി. പരിശീലകരുമായി അവയുടെ അടുപ്പവും വെള്ളം തെറിപ്പിച്ചുകൊണ്ടുള്ള കാണികളെ സന്തോഷിപ്പിക്കുന്നതും പതിവ് കാഴ്ചയാണ്. വലിയ സ്ക്രീനുകളിൽ സംഗീതത്തിൻ്റെ അകമ്പടിയോടെ അവയുടെ അഭ്യാസങ്ങൾ കാണികളുടെ മനസ്സിൽ ആഴത്തിലുള്ള ഓർമ്മകളാണ് അവശേഷിപ്പിക്കുന്നത്. ആയിരത്തി 1970കളിലും 80കളിലും സീ വേൾഡ് സാന്റിയാഗോ അന്റാർട്ടിക്കയ്ക്ക് പുറത്ത് ആദ്യമായി പെൻഗ്വിനുകളെ വിജയകരമായി വളർത്തുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ചു. 80ൽ അന്റാർട്ടിക്കയ്ക്ക് പുറത്തുള്ള ലോകത്തിലെ ആദ്യത്തെ വിജയകരമായ ചക്രവർത്തി പെൻഗ്വിൻ കുഞ്ഞ് സീ വേൾഡിൽ വിരിഞ്ഞു. 1982 ആദ്യമായി മനുഷ്യൻ്റെ പരിചരണത്തിൽ വിരിഞ്ഞ പെൻഗ്വിൻ കുഞ്ഞിനെയും അവർ വളർത്തിയെടുത്തു. കാലക്രമേണ സീ വേൾഡ് ഒർലാൻഡോ പാർക്കിൽ അന്റാർട്ടിക്ക എംപയർ ഓഫ് ദ പെൻഗ്വിൻ എന്ന പേരിൽ വലിയൊരു ആകർഷണം ആരംഭിച്ചു. റോക്ക് ഹോപ്പർ, ജെൻഡു, കിങ്, ചക്രവർത്തി പെൻഗ്വിനുകൾ ഉൾപ്പെടെയുള്ള 8ഓളം വ്യത്യസ്ത ഇനം പെൻഗ്വിനുകൾ ഇന്നിവിടെയുണ്ട്. പെൻഗ്വിനുകളുടെ പ്രജനന കാലത്ത് അവയ്ക്ക് ആവശ്യമായ പ്രത്യേക കാലാവസ്ഥയും വെളിച്ചവും സീ വേൾഡ് ഒരുക്കുന്നു. വേൾഡിലെ പെൻഗ്വിൻ ഏരിയയിലെ താപനില ഏകദേശം -2 ഡിഗ്രി മുതൽ 1 ഡിഗ്രി വരെയാണ്. ഈ തണുപ്പ് പെൻഗ്വിനുകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയായ അന്റാർട്ടിക്കയെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. നാളെ നമ്മൾ വീണ്ടും കാണുക ഡിസ്നി വേൾഡിലാണ്. പിള്ളേർ കൂടുതൽ എക്സൈറ്റഡ് ആണ്. നാളെ കൂടുതൽ വിശേഷങ്ങളുമായി വരുന്നതുവരേക്കും നന്ദി.